അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും റാഹത്താണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാണ് ഉള്ളത്. നിങ്ങളെ കണ്ടിട്ട് കുറേ ദിവസമായി, 2 ആഴ്ചയോളമായി നിങ്ങളെ കണ്ടിട്ട്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണാനും നേരിട്ട് ഇടപഴകാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോൾ മക്കളെ, നമുക്കിന്ന് അടുത്ത പാഠം എടുക്കാനുള്ളത് വൈവാഹിക ജീവിതം അല്ലേ, അൽ ഹയാത്തു സൗജി. അതാണ് നമ്മളെ വഹദത്തുൽ പാഠത്തിൻ്റെ പേര്. അതിലുള്ള ഒരു പാഠമാണ് ഇനി അടുത്തത്. അസ്സഹറു ഖാരിജൽ ബൈത്തി. വീടിൻ്റെ പുറത്ത് ഉറക്കമൊഴിച്ച് കിടക്കുക, ഉറങ്ങാതെ വീടിൻ്റെ പുറത്തിരിക്കുക, ഭാര്യയോട് തെറ്റിയിട്ട് അല്ലേ, എന്താ വീട്ടിൽ കിടക്കാതെ പുറത്ത് പോയിട്ട് എന്താവുക, ഉറക്കമൊഴിച്ച് കിടക്കുക. അതാണ് അസ്സഹർ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ഇവിടെ നാസറിൻ്റെയും അതുപോലെ ഫൈസലിൻ്റെ ഇടയിലുള്ള സംഭാഷണം. ഇപ്പം നാസർ വന്നിട്ട് പറയാണ്, ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അതുർക്ക സൗജത്തി, എൻ്റെ ഭാര്യയെ ഒഴിവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഫൈസൽ പറയാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാദാ ഹുനാക്ക്, എന്താടാ പറ്റിയത്, എന്താടാ അവിടെ പ്രശ്നം, മാദാ ഹുനാക്ക്, എന്താടാ അവിടെ പ്രശ്നം. അപ്പോൾ നാസിർ പറയാണ്, ലാ ഉഹിബ്ബുഹ, എനിക്ക് ഓളങ്ങനെ എന്താണില്ല, ഇഷ്ടപ്പെടണില്ല. എന്താ ഇപ്പം ചെയ്യുക, ഓളെ സ്വഭാവം കണ്ടിട്ട് എന്താണില്ല, എനിക്ക് ഓളോട് ഇഷ്ടമാവണില്ല, വെറുപ്പൊക്കെ തുടങ്ങി എനിക്ക്. അപ്പോൾ ഫൈസൽ ചോദിക്കുക, ലാ തുഹിബ്ബുഹ, അല്ല എനിക്ക് ഓളെ ഇഷ്ടമില്ലാന്നോ, ഓളെ ഇഷ്ടപ്പെടുന്നില്ലാന്നോ? കൈഫ ഇഷ്ടമാഹ കുല്ലഹാദി സനവാത്ത്, പിന്നെ എങ്ങനെയാണ് ഇത്രയും കാലം ജീവിച്ചവളപ്പം? കൈഫ ഇഷ്ട, എങ്ങനെ നീ ജീവിച്ചു? മാഹ, എൻ്റെ ഭാര്യയോട് കൂടെ, അവളോട് കൂടെ എങ്ങനെ ജീവിച്ചു? കുല്ലഹാദി സനവാത്ത്, ഇത്രയും വർഷം എങ്ങനെ ജീവിച്ചു? അപ്പം നാസിർ പറയാണ്, ലാതിരി എനിക്കറിയില്ല, എടാ എനിക്കറിയില്ലടാ, ലാ ഉഹിബ്ബുഹ, എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഓളെ ഇഷ്ടമല്ല, എങ്ങനെയാണ് ജീവിച്ച് എനിക്കറിയില്ല. അങ്ങനെ നാസിർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഫൈസൽ പറയാം, അല്ലടാ ഇജ്ജൽ എപ്പോഴും പറയില്ല എനിക്ക് ഓള് നല്ല ഭാര്യയാണ്, നല്ല പെണ്ണാണ്, നല്ല അച്ചടക്കമുള്ള സ്ത്രീയാണ്, പിന്നെ എനിക്കിപ്പോൾ ഒഴിവാക്കാൻ തോന്നുന്നത് ചോദിക്കണം. ഫൈസൽ, കുന്ത തക്കൂലു, നീ പറയുമായിരുന്നു, ദായിമൻ എപ്പോഴും, ഇന്നഹ സൗജത്തുൻ ത്വയ്യിബ, നിശ്ചയമായും അവൾ സൗജത്തുൻ ത്വയ്യിബത്തുൻ, നല്ലൊരു ഭാര്യയാണ്, വ മുഅദ്ദബത്തുൻ, അച്ചടക്കമുള്ള ഭാര്യയാണ്, വ മുത്തിയാത്തുൻ, എല്ലാം വഴിപ്പെടുന്ന, മുത്തിയാത്ത് എന്ന് പറഞ്ഞാൽ വഴിപ്പെടുന്ന ഭാര്യയാണ് എന്നൊക്കെ പലവട്ടം പറയുമായിരുന്നല്ലോ. മാതഹദസ്, പിന്നെ എന്താടാ പറ്റിയത്? ഇതൊക്കെ ഇങ്ങനെയൊക്കെ എപ്പോഴും പറയും, എന്നിട്ടും പിന്നെ എന്താ പെണ്ണിന് എൻ്റെ ഭാര്യയെ ഒഴിവാക്കണം എന്നൊക്കെ പറയണത്, എന്ത് വർത്താനം പറയണത്? അപ്പം നാസിർ പറയാണ്, കുൻതു ഒഹിബുഹ ഫിഅലൻ, കുൻതു ഞാനായിരുന്നു, ഒഹിബുഹ അവളെ ഇഷ്ടപ്പെടുമായിരുന്നു, ഫിഅലൻ യഥാർത്ഥത്തിൽ, ശരിക്കും എനിക്കോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ വലാകിന്നഹ, പക്ഷേ അവൾ തഅയ്യറത്, അവൾ മാറി, കസീറൻ ധാരാളം, അവളെ സ്വഭാവത്തിലൊക്കെ എന്തായിട്ടുണ്ട്, ധാരാളം മാറ്റം സംഭവിച്ചിട്ടുണ്ടടാ ഫൈസലെ, എന്താ ഇപ്പം ചെയ്യുക? ഇപ്പോൾ ഫൈസൽ പറയാണ്, കൈഫ തഅയ്യറത്, അല്ല എന്താ ഇപ്പം, എങ്ങനെ ഇപ്പം സ്വഭാവമൊക്കെ മാറിയിരിക്കണേ, എങ്ങനെ കൈഫ തഅയ്യറത്, എങ്ങനെ ഇപ്പം മാറ്റമൊക്കെ സംഭവിച്ചേ? അപ്പം നാസിർ പറയാണ്, അസ്ബഹത്ത് മുഹ്മിലത്തൻ, അവളെന്തായി, എന്നെ അവഗണിക്കുന്നവളായി. മുഹ്മിലത്ത് എന്ന് പറഞ്ഞാൽ അവഗണിക്കുന്നവൾ, പരിഗണിക്കാത്തവൾ എന്നൊക്കെ പറയില്ലേ, നമ്മൾ പറഞ്ഞൊന്നും കേൾക്കാത്തവൾ, അതാണ് അസ്ബഹത്ത്, അവളായി മാറിയിട്ടുണ്ട്. മുഹ്മിലത്തൻ, അവൾ അവഗണിക്കുന്നൊരു സ്ത്രീയായി മാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ, ഗണിക്കാതെ അവഗണിക്കുന്നൊരു സ്ത്രീയായി മാറിയിട്ടുണ്ട്. ലാ തഹ്തമ്മു ബി, അവൾ എന്നെ പരിഗണിക്കുന്നില്ല. ഇഹ്തമ എന്ന് പറഞ്ഞാൽ പരിഗണിക്കുക. ലാ തഹ്തമ്മു, അവൾ പരിഗണിക്കുന്നില്ല, ബി എന്നെ. വലാ ബിൽ ബൈത്തി, വീട്ടിലെ കാര്യങ്ങളെന്താകുന്നില്ല, ഓൾ പരിഗണിക്കുന്നില്ല, ഓൾ കാര്യമായി എടുക്കണില്ല, ഞങ്ങളെ കാര്യങ്ങളെന്താകുന്നില്ല, ഓള് നോക്കണില്ല. മറിച്ച് ഓളിപ്പോൾ എന്താ നോക്കണത്, തഹ്തമ്മു ബിനഫ്സിഹ, ഓളെ സ്വയം കാര്യം മാത്രമേ നോക്കുന്നതുള്ളൂ. ബിനഫ്സിഹ എന്നാൽ സ്വയം കാര്യം മാത്രമേ നോക്കുന്നതുള്ളൂ. ഒബി സ്വദീഖാത്തിഹ, അവളുടെ കൂട്ടുകാരികളുടെ കാര്യം മാത്രമേ നോക്കണുള്ളൂ, ഞങ്ങളെ കാര്യം നോക്കണില്ല എൻ്റെ ഫൈസലേ എന്ന് നാസിർ ഇങ്ങനെ കരഞ്ഞ് പറയാണ്. അപ്പോൾ ഫൈസൽ ചോദിക്കുകയാണ്, ഹൽ തകല്ലംത മാഹ ഫി ഹാദൽ അംർ, ഹൽ തകല്ലംത, നീ സംസാരിച്ചിട്ടുണ്ടോ, മാഹ അവളോട് കൂടെ, ഫി ഹാദൽ അംർ, ഈ വിഷയം, ഓളിങ്ങനെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ വിഷയം ഇപ്പോൾ ഓളെ സംസാരിച്ചിക്കണോ, അതിൻ്റെ ഭാര്യയെ വിഷയം നീ സംസാരിച്ചിക്കണോ നാസിർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നാസിർ പറയാണ്, എൻ്റെ ചെങ്ങായി, ഞാൻ പലവട്ടം ഓളോട് പറഞ്ഞിരിക്കണം, പക്ഷെ ഓളെന്താക്കണില്ല,
എന്നെ നോക്കണില്ല, അവൾ വാശിക്കാരിയാ. അതാ പറയണത്. നാസിർ പറയാണ്, തകല്ലം തുമാഹ, ഞാൻ അവളോട് കൂടെ സംസാരിച്ചു, കസീറൻ, പലവട്ടം, ധാരാളം ഞാൻ സംസാരിച്ചു. വലാക്കിന്നഹ, പക്ഷേ അവൾ അനീതത്തുൻ, അവൾ വാശിക്കാരിയാണ്. ഞാൻ പറയുന്നു കേൾക്കൂല, വാശിക്കാരിയാണ്. വല്ല വാശിയുള്ള ആൾക്കാരാ. നിങ്ങൾക്കില്ലേ വാശി? നിങ്ങളുടെ ഇടയിൽ നല്ല വാശിയുള്ള ആൾക്കാരില്ലേ? അതേപോലെ ഇവളെന്താണ്, എൻ്റെ ഭാര്യ എന്താണ്, വാശിക്കാരിയായ സ്ത്രീയാണ്. അനീത എന്ന് പറഞ്ഞാൽ വാശിക്കാരി. അപ്പോൾ ഫൈസൽ ചോദിക്കുകയാണ്, ഹൽ തഅയ്യർത അൻത, അപ്പോൾ ഇജ് എൻ്റെ കോലം മാറിയിരിക്കണമെന്ന് ചോദിച്ചു. ഹൽ തഅയ്യർത, നീ മാറിയിട്ടുണ്ടോ? അൻത, എന്താ എൻ്റെ സ്വഭാവം നീ മാറിയിരിക്കണോ? അപ്പോൾ നാസിർ പറയാം, ഞാൻ അതെ, എൻ്റെ സ്വഭാവം മാറി. ഓളെ സ്വഭാവം മാറ്റിയപ്പോൾ ഞാനും സ്വഭാവം മാറി. ഞാൻ അതെ, സ്വഭാവം മാറിയിട്ടുണ്ട്. അസ്ബഹത്തു, ഞാനായി അസ്ഹറു, ഞാൻ ഉറക്കമയക്കും, കസീറൻ, ധാരാളം. എവിടെ? ഖാരിജൽ ബൈത്തി, വീടിൻ്റെ പുറത്ത്. എൻ്റെ സ്വഭാവം മാറി. ഓളെ എന്താക്കണില്ല, ഞാൻ പറഞ്ഞൊന്നും ഓൾ കേൾക്കണില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഞാൻ എന്തായി? ഞാൻ വീടിൻ്റെ പുറത്ത് ഉറങ്ങാതെ ഇരിക്കുകയാണ്. എനിക്ക് സ്വസ്ഥത ഇല്ല. വീടിൻ്റെ പുറത്ത് ഉറങ്ങാതെ ഇരിക്കുകയാണ്. ഞാൻ ഉറക്കമൊഴിക്കുകയാണ്. അസ്ഹർ, സെഹർ എന്നൊക്കെ പറഞ്ഞാൽ ഉറക്കമൊഴിക്കുക. അപ്പോൾ ഫൈസൽ പറയാണ്, കതി യക്കൂനു ഹാദ, ചിലപ്പോൾ ഇതാകാം, നിൻ്റെ ഉറക്കമൊഴിക്കലാകാം. സബബ്, അതായിരിക്കും കാരണം. എൻ്റെ പെണ്ണുങ്ങൾ എന്നോട് തെറ്റിയിരിക്കണം. എന്തായിരിക്കാം? നീ പുറത്ത് ഉറക്കമൊഴിക്കുന്നത് കാരണമാകാം എൻ്റെ പെണ്ണെന്നോട് തെറ്റിയിരിക്കുന്നത്. ലാ തസ്ഹർ, നീ ഒരിക്കലും ഉറക്കമൊഴിക്കരുത്. ഖാരിജൽ ബൈത്തി, വീടിൻ്റെ പുറത്ത്. അപ്പോൾ വീടിൻ്റെ പുറത്ത് പോയിട്ട് ഉറങ്ങാൻ നിൽക്കണം. അയാൾ തെറ്റിയാലേ പേരുടെ പുറത്ത് പോയി ഇരിക്കൂലേ? അങ്ങനെ ഇരിക്കണ്ട. എൻ്റെ ഭാര്യയോട് സംസാരിക്കുക, നല്ലപോലെ സംസാരിക്കുക. അവളോട് കൂടെ എന്താക്കുക, അവളോട് കൂടെ കിടക്കുക. അല്ലാതെ പുറത്ത് പോയി കിടന്നാൽ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് എന്താക്കണം, ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറണം എന്ന് പറയാണ് അവിടെ ഫൈസൽ. ലാ തസ്ഹർ, നീ ഒരിക്കലും ഉറക്കമൊഴിക്കരുത്. ഖാരിജൽ ബൈത്തി, വീടിൻ്റെ പുറത്ത് പോയിട്ട് എന്താക്കണം, നല്ല സ്നേഹത്തോടെ അവളോട് പെരുമാറണം. അപ്പം നാസിർ പറയാണ്, സ അഫ് അലു കദാലിക, ശേഷം സ അഫ് സാലിക്ക, ഞാൻ എന്താകാം, അങ്ങനെ ചെയ്യാം. വീടിൻ്റെ ഉള്ളിൽ എന്താകാം, ഉറങ്ങാം. വീടിൻ്റെ പുറത്ത് ഉറങ്ങുകയില്ല, വീടിൻ്റെ ഉള്ളിൽ എന്തായിക്കൊണ്ട് ഉറങ്ങാം. അഫ്വലു, ഞാൻ ചെയ്യും. ദാലിക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഫൈസൽ പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇതൻ സതഹ്തമു സൗജതുക ബിക വബി ബൈതിഹ ബിഇദ്നില്ലാ, ഇതൻ അന്നേരം സതഹ്തമു, അവൾ സൗജതുക, നിൻ്റെ ഭാര്യ എന്താകും, അവൾ പരിഗണിക്കും. ബിക്ക, നിന്നെയും, ഒബി ബൈതിഹ, അവളുടെ വീടെന്താകും, അവൾ പരിഗണിക്കും. അവളുടെ കുടുംബത്തെ എന്താകും, അവൾ പരിഗണിക്കും. ബിഇദ്നില്ലാ, അള്ളാഹിൻ്റെ സമ്മതം കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം. അപ്പോൾ എന്താക്കണം, നിങ്ങൾ ഉമ്മാരൊക്കെ നല്ലപോലെ സ്നേഹിക്കണം. ഉമ്മയെയും ഉപ്പയെയും എല്ലാം എന്താക്കണം, നിങ്ങൾ നല്ലപോലെ സ്നേഹിക്കണം കേട്ടോ. ഉപ്പയും ഉമ്മയും എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കണം. ഒന്നും അങ്ങോട്ട് എന്ന് പോലും പറയരുത് എന്നാണ് റസൂൽ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഉമ്മയോട് ലാ തക്കുൽ ഉഫിൻ ലഹുമാന, നിങ്ങൾ മാതാപിതാക്കളോട് എന്ന വാക്ക് പോലും പറയും. നമ്മൾ വേറെ ചിലൊക്കെ പറയില്ലേ, എന്താണ് നിങ്ങൾ പറഞ്ഞൊക്കെ പറയില്ലേ, അങ്ങനെ ഒരിക്കലും ഉമ്മയോട് ഉപ്പയോടൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഉമ്മയെ നല്ലപോലെ സ്നേഹിക്കണം. ഉമ്മയും ഉപ്പയും പറയുന്നതൊക്കെ അനുസരിക്കണം. അങ്ങനെ ആയാലേ നല്ല കുട്ടികളാകുള്ളൂ. അപ്പോൾ എല്ലാവരും ഉസ്താദിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. എല്ലാ ഉസ്താദന്മാർക്കും വേണ്ടി ദുആ ചെയ്യണം. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് എന്താകണം, ദുആ ചെയ്യണം. നിങ്ങൾക്കറിയില്ല ദുആ, അല്ലാഹും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഈറ, പഠിച്ചോനെ ചെറുപ്പത്തിൽ എന്നെ പരിപാലിച്ച പോലെ എൻ്റെ ഉമ്മയെ എന്താകണേ, എൻ്റെ ഉമ്മയോട് ഉപ്പയോട് നീ കരുണ കാണിക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.